ഹനുമാന്റെ വാലിൽ തുണി കെട്ടി എല്ലാവരും മടുത്തു. ഇനി കത്തിച്ചു വിടുക തന്നെ. എണ്ണയൊഴിച്ചു, അതും തികയുന്നില്ല. കൊട്ടാരത്തിലെ സ്റ്റോക്ക് മുഴുവൻ തീർന്നു. കള്ളൻ കള്ളൻ, രാക്ഷസന്മാർ പെരുമ്പറ കൊട്ടി അറിയിക്കുകയാണ്. ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി. പെട്ടെന്ന് വാനരൻ മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം. എല്ലാവരും മേൽപോട്ട് നോക്കി. രാക്ഷസന്മാരെ, നിങ്ങളെ വെറുതെ വിട്ടുകൂടാ. ആരോടും ഒരിക്കലും ഇത്ര ദുഷ്ടത കാട്ടാൻ പറ്റില്ല. വീണ്ടും ചാടിയപ്പോൾ ഹനുമാന്റെ രൂപം ചെറുതായി, വെറും കൊച്ചു വാനരനായി മാറി. കെട്ടുകളെല്ലാം വേറിട്ടു. വാലിൽ നിന്ന് കയറൊക്കെ അഴിഞ്ഞുപോയി. ഒരു തൂണ് വലിച്ചെടുത്ത് കാവൽക്കാരെ എല്ലാം അടിച്ചു കൊന്നു. തീ വലിച്ചുകൊണ്ട് ചാട്ടമായി. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മാളികയിൽ നിന്ന് മാളികയിലേക്ക്, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക്, ഗോപുരങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്കും തീ കൊണ്ടുള്ള കളി. സർവത്ര തീയ്. ലങ്ക കത്തിയെരിയുന്നു. ഹനുമാൻ പൊട്ടിച്ചിരിക്കുന്നു. രാക്ഷസിമാരുടെ കൂട്ടക്കരച്ചിൽ. അച്ഛനെ വിളിച്ച്, അമ്മയെ വിളിച്ച്, ഭർത്താവിനെ വിളിച്ച്. വിഭീഷണന്റെ വീടൊഴിച്ച് ലങ്കാനഗരം മുഴുവൻ കത്തി നശിച്ചു. നിരുപദ്രവികളായ ദൈത്യനാരിമാർ തീയിൽ വീണ് പിടഞ്ഞെങ്കിലും അവർ ദേവതകളെ പോലെ വിളങ്ങി. അഗ്നിദേവൻ ഹനുമാനെ പൊള്ളിച്ചില്ല. സർവനാശം വരുത്തിയെങ്കിലും അത് രാമകാര്യത്തിന് വേണ്ടിയാണ്. ദുഷ്ടരെ ശിക്ഷിച്ചതാണ്. കടലിൽ ചാടി കുറേ നേരം കിടന്ന് സ്വസ്ഥചിത്തനായി. വീണ്ടും സീതയെ കണ്ട് വന്ദിച്ചു. രാമലക്ഷ്മണന്മാരും വാനരക്കോടികളുമൊത്ത് വീണ്ടും കാണാമെന്ന് ഉറപ്പു നൽകി. അതുവരെ രാമവാർത്ത കേൾക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് വിഷമം. ഇത്ര നേരം സങ്കടമെല്ലാം മറന്ന് ജീവിച്ചു. രാമനെ കാണാൻ ധൃതി തോന്നുന്നു. തൻ്റെ വിരഹം രാമൻ എങ്ങനെ സഹിക്കുന്നു? സീതയുടെ ദുഃഖം കണ്ട് ഹനുമാൻ പറഞ്ഞു, തൻ്റെ ചുമലിൽ ഇരിക്കാമെങ്കിൽ വിസമ്മതമില്ലെങ്കിൽ നിമിഷങ്ങൾക്കകം രാമന്റെ മുമ്പിൽ എത്തിക്കാം. അത് സീത ഇഷ്ടപ്പെട്ടില്ല. അത് ശ്രീരാമന്റെ യശസ്സിന് കളങ്കമാണ്. യുദ്ധം ചെയ്ത് രാവണനെ കൊല്ലണം. സീതയെ കൂട്ടിക്കൊണ്ടു പോകണം. അതാണ് ആഗ്രഹം. ഒളിച്ചോടി പോകാൻ മനസ്സില്ല. ശ്രമിക്കുന്നതും ശരിയല്ല. രാമൻ വേഗം വരട്ടെ. അതുവരെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വേദനകൾ സഹിച്ച് കഴിഞ്ഞുകൊള്ളാം. ഹനുമാൻ ഒരിക്കൽ കൂടി സീതയെ വണങ്ങി മറുകരയിലേക്ക് ചാടണം. ഗിരികൂടത്തിലെത്തി. ശക്തി സംഭരിച്ചു. കുതിച്ചുയർന്നു. കുതിപ്പിന്റെ ശക്തിയാൽ പർവ്വതം താണുപോയി. ഹനുമാൻ ആകാശത്തു തന്നെ നിലകൊണ്ടു. മടക്കയാത്ര തുടർന്നു. മഹേന്ദ്രഗിരി കാണാറായി. ഹനുമാൻ സന്തോഷം കൊണ്ട് ഒന്നലറി. ശബ്ദം കേട്ട് അവിടെ കാത്തുനിന്നിരുന്ന വാനരന്മാരെല്ലാം ആകാശത്തേക്ക് നോക്കി നിന്നു, ഹനുമാന്റെ തിരിച്ചുവരവ് കാണാൻ. ഹനുമാൻ ആകാശത്തു നിന്ന് മലമുകളിൽ വന്നിറങ്ങി. യാത്ര വിവരങ്ങളും ലങ്കയിലെ സംഭവ വികാസങ്ങളുമെല്ലാം ഹനുമാൻ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹനുമാനെ കെട്ടിപ്പുണർന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് രാമസുഗ്രീവന്മാരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ആഹ്ലാദ പ്രകടനത്തോടെ പോകുന്ന വഴിക്കാണ് പ്രസ്രവണം എന്ന പർവ്വതം. അവിടെ മധു എന്ന ഒരു ഉപവനമുണ്ട്. അത് സുഗ്രീവൻ സംരക്ഷിക്കുന്നതാണ്. ദധിമുഖനാണ് അതിൻ്റെ കാവൽക്കാരൻ. സുഗ്രീവന്റെ അമ്മാവനാണ് ദധിമുഖൻ. യുവരാജാവായ അംഗദൻ ദധിമുഖനുമായി സംസാരിച്ചു. ശ്രീരാമകാര്യം സാധിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് മതിമറന്ന വാനരന്മാർക്ക് ആഹാരത്തിന് മധുവനത്തിലെ പഴങ്ങളും ഫലങ്ങളും ഭക്ഷിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. യുവരാജാവിനോട് ആരും തടസ്സം പറഞ്ഞില്ല. വാനരന്മാർ തേനും പഴങ്ങളും ആവോളം ഭുജിച്ചു. തേൻ കുടിച്ച് വാനരന്മാർ മത്തരായി തീർന്നു. ആഹ്ലാദപ്രകടനം അമിതമായി. കാവൽക്കാരെ അകാരണമായി മർദ്ദിച്ചു. ചിലരെ ഇടിച്ചു വീഴ്ത്തി. വഴക്കുമൂത്തു. നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദധിമുഖൻ വിവരം സുഗ്രീവനെ അറിയിച്ചു. അംഗദനും ഹനുമാനും മറ്റു വാനരന്മാരും ചേർന്ന് മധുവനം നശിപ്പിച്ചിരിക്കുന്നു. രാമകാര്യം സാധിച്ചിരിക്കുന്നു. ആ സന്തോഷമായിരുന്നു ഹനുമാന്റെയും അംഗദന്റെയും മനസ്സ് നിറയെ. അക്രമം കാണിച്ച വാനരന്മാരെ മധുവനത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കുന്നതും ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. സീതയെ കണ്ടുവന്നിരിക്കുകയാണ് ഹനുമാൻ. മധുവനം തകർക്കുന്ന വാനരന്മാരെ അംഗദനും ഹനുമാനും തടയാതിരുന്നതിനും കാരണം കാണും. തൻ്റെ ആജ്ഞ അതേപടി അനുസരിക്കുന്നവരാണ് അവർ. രാമകാര്യം സാധിച്ചിരിക്കയാൽ താൻ എല്ലാറ്റിനും മാപ്പ് നൽകുമെന്ന വിശ്വാസം അവർക്കുണ്ടാകും. അല്ലെങ്കിൽ മധുവനം നോക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ലെന്ന് സുഗ്രീവൻ അറിയാം. അതുകൊണ്ട് സീതയെ കണ്ടു എന്ന് നിസ്സംശയം വിശ്വസിക്കാം.
സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് ഹനുമാനും അംഗദനും മറ്റു രാമസുഗ്രീവന്മാരും മുമ്പിൽ വന്നു നിന്നു. രാമനെയും സുഗ്രീവനെയും വണങ്ങി ഹനുമാൻ നടന്ന കഥകളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ശ്രീരാമൻ ഹനുമാനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. സീത നൽകിയ ചൂടാമണി ഹനുമാൻ ശ്രീരാമന് നൽകി. പണ്ട് ചിത്രകൂടഗിരിയിൽ നടന്ന ആ കാകവൃത്താന്തം അടയാളവാക്യമായി ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീരാമൻ അതീവ സന്തുഷ്ടനായി, പൂർവാധികം ഉന്മേഷവാനായി കാണപ്പെട്ടു. രാവണനെതിരെയുള്ള പടനീക്കം ശക്തിപ്പെട്ടു. സീത ലങ്കയിൽ ഉണ്ടെന്നറിഞ്ഞു. ഇനി എന്തു വേണം? ശ്രീരാമനും വാനര നായകന്മാരും ആലോചനയിലാണ്ടു. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കടൽ മഹാസമുദ്രമാകയാൽ സൈന്യങ്ങൾക്ക് അവിടെ എത്താൻ ബുദ്ധിമുട്ടുണ്ട്. രാവണനെ വധിക്കാൻ അവിടെ എത്തി യുദ്ധം ചെയ്തേ മതിയാവൂ. മഹാവിഷ്ണു രാമനായി മനുഷ്യ അവതാരമെടുത്തത് അതിനു വേണ്ടിയാണ്. വൈരിയെ വകവരുത്താൻ കഴിഞ്ഞാലേ സീതയെ രക്ഷിക്കാൻ സാധിക്കൂ. ശ്രീരാമന്റെ മനസ്സിൽ അതിനുള്ള ആലോചന ആരംഭിച്ചു. സുഗ്രീവൻ എത്തി രാമന് ധൈര്യം നൽകി. തൻ്റെ വാനരന്മാർ ധീരന്മാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. വാനരപ്പടയുടെ ശക്തി അപാരമാണ്. താൻ ആജ്ഞാപിച്ചാൽ അവർ എന്തും ചെയ്യും. സമുദ്രം കടക്കും, ലങ്ക തകർക്കും, രാവണനെ വധിക്കും. അത്ര കരുത്തന്മാരാണവർ. കടൽ കടക്കാനുള്ള മാർഗം കണ്ടെത്തിയാൽ രാവണൻ കൊല്ലപ്പെട്ടതു തന്നെ. 3 ലോകത്തും രാമനെ ജയിക്കാൻ ആരുമില്ല. വിജയം നമുക്ക് തന്നെ. സുഗ്രീവന്റെ വാക്കുകൾ രാമന് ആത്മധൈര്യം പകർന്നു. ഹനുമാനെ വിളിച്ചു വരുത്തി യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് ആ പ്രദേശത്തിന്റെ ഘടന മനസ്സിലാക്കണം. ഹനുമാൻ ലങ്കയുടെ രൂപം വ്യക്തമായി അവതരിപ്പിച്ചു. സൈന്യ സങ്കേതങ്ങൾ, യുദ്ധതന്ത്രങ്ങളുടെ ചതുരതയോടെ പണികഴിച്ച കോട്ടകളും കോട്ടക്കൊത്തളങ്ങളും അവയ്ക്കിടയിലെ കിടങ്ങുകളും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ, മണിമാളികകൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാമാന്യ വിവരം നൽകി. അതാ രാമന്റെ വലതു കണ്ണ് തുടിക്കുന്നു. നല്ല ശകുനമാണത്. ശുഭലക്ഷണം. ഉടൻ പുറപ്പെടണം. രാമൻ വാനരപ്പടയെ സജ്ജമാക്കാൻ സുഗ്രീവനോട് അഭ്യർത്ഥിച്ചു. മുഖ്യ സേനാനായകന്മാർ സേനയുടെ മുമ്പിലും പിമ്പിലും ഇരുവശത്തും ഉണ്ടാവണം. ഹനുമാന്റെ തോളിൽ മുന്നിൽ ശ്രീരാമനും അംഗദന്റെ തോളിൽ ലക്ഷ്മണൻ പിന്നിലും ഉണ്ടായിരിക്കണം. സുഗ്രീവൻ ശ്രീരാമനെ ധ്യാനിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ പടയുടെ നടുവിലുണ്ട്. രാമൻ വാനരന്മാർക്ക് ആജ്ഞ നൽകി. ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, മൈന്ദൻ, ദ്വിവിധൻ, നളൻ, നീലൻ, സുഷേണൻ, ജാമ്പവാൻ എന്നീ സേനാനായകന്മാർ കൂട്ടത്തോടെ തന്നെ പിന്തുടരട്ടെ. പടയണികളെ അവർ എപ്പോഴും കാത്തുകൊള്ളണം. എല്ലാവരും മുന്നോട്ടു നീങ്ങി. രാവണനെ വകവരുത്താനുള്ള പ്രതിജ്ഞയോടെ ഗർജിച്ചും വാലു പൊക്കിയടിച്ചും മരങ്ങൾ പുഴക്കിയും തിങ്ങി നിറഞ്ഞ് വാനരന്മാർ ഒഴുകി നടന്നു. മഹേന്ദ്ര പർവ്വതത്തിലെത്തി. യാത്ര തടസ്സപ്പെട്ടു. ഇനി സമുദ്രമാണ്. സമുദ്രതീരത്ത് വാനരപ്പട താവളമടിച്ചു. എങ്ങനെ മറുകരയിലെത്തും? വിശാലമായ ആഴമുള്ള സമുദ്രം. തിരമാലകൾ അടിച്ചാർത്ത് ഉയർന്നു പൊങ്ങുന്നു. വാനരന്മാർ കടൽ കണ്ട് സംഭ്രമിച്ചു. ശ്രീരാമന്റെ മനസ്സിൽ സീത ഇടയ്ക്കിടെ ഓടിയെത്തും. അവതാരപുരുഷനാണെങ്കിലും മനുഷ്യനാകയാൽ ആ മനസ്സ് ദുഃഖിക്കും. രാവണന്റെ അവസ്ഥയോ? രാവണൻ മന്ത്രിസഭ വിളിച്ചുകൂട്ടി ഹനുമാൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെ വിലയിരുത്തി. ലങ്കയ്ക്ക് നാണക്കേട് വരുത്തിയിരിക്കുന്നു. എന്തു വില കൊടുത്തും അതിനെ തിരിച്ചടിക്കണം. എല്ലാവരും പ്രതികരിച്ചു. രാവണൻ ഊറ്റം കൊണ്ടു. യുദ്ധത്തിൽ 3 ലോകങ്ങളും ജയിച്ചവനാണ് താൻ. ഇന്ദ്രനെ ബന്ധിച്ച ഇന്ദ്രജിത്ത് തൻ്റെ മകനാണ്. കുബേരനെ കീഴടക്കി പുഷ്പക വിമാനം കൈയടക്കിയവനാണ്. കാലനെ പരാജയപ്പെടുത്തിയവനല്ലേ? വരുണനെ അടിമപ്പെടുത്തിയില്ലേ? മഹാനായ അസുരൻ മയൻ പോലും തനിക്ക് പുത്രിയെ തന്ന് വശഗതനായി കഴിയുന്നു. പിന്നെ എന്തിന് ഭയക്കണം? അല്പം ശ്രദ്ധക്കുറവുകൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു. എത്രയായാലും ഹനുമാൻ കുരങ്ങനല്ലേ? അവനോട് പൗരുഷം കാട്ടിയിട്ട് എന്തു കാര്യം? മനുഷ്യരെയും വാനരന്മാരെയും ഒതുക്കാൻ മന്ത്രിമാർക്ക് അനുവാദം നൽകാൻ അവർ അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് കുംഭകർണന്റെ വരവ്. രാവണന് ഒരു മുന്നറിയിപ്പുമായി. ആത്മനാശത്തിന് വഴിയൊരുക്കരുത്. ജ്യേഷ്ഠന്റെ നീക്കങ്ങളൊന്നും നല്ലതിനല്ല. ജ്യേഷ്ഠന് അറിഞ്ഞുകൂടെ രാമൻ മനുഷ്യനല്ല.
വിഷ്ണുവിൻ്റെ അവതാരമാണ്. അവതാര രഹസ്യം കുംഭകർണൻ വിവരിച്ചു. എല്ലാ ഭവിഷ്യത്തുകളെയും നേരിടാൻ തയ്യാറായി ഇരുന്നു കൊള്ളൂ. രാവണൻ കോപത്തോടെ കുംഭകർണനെ നോക്കി. ഉപദേശം നിർത്താമോ എന്ന മട്ടിൽ. ഇന്ദ്രജിത്തിന് കാര്യം മനസ്സിലായി. തനിക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദത്തിന് അവൻ രാവണനോട് അപേക്ഷിച്ചു. ലക്ഷ്മണനോടൊപ്പം രാമനെയും സുഗ്രീവനെയും വധിച്ച് താൻ ഉടനെ മടങ്ങിവരാം. കുംഭകർണനെ അവഗണിച്ച് ഇന്ദ്രജിത്ത് നടത്തിയ വെല്ലുവിളി കേട്ടുകൊണ്ട് വിഭീഷണൻ കടന്നുവന്നു. വിഭീഷണൻ ഈശ്വരഭക്തനാണ്. ശ്രീരാമനെ ധ്യാനിച്ച് രാവണന്റെ അടുത്തിരിക്കുന്നു. വിഭീഷണൻ കുംഭകർണനെയും രാവണനെയും മാറി മാറി നോക്കി. മതമത്തനായ കുംഭകർണൻ, കാമാതുരനായ രാവണൻ. ആർക്കും രാമനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമല്ല. ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. ശ്രീരാമന്റെ ജന്മോദ്ദേശം രാവണനെ വധിക്കണമെന്നും. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. ജ്യേഷ്ഠന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേയുള്ളൂ: സീതയെ ശ്രീരാമന് സമർപ്പിക്കുക. ബഹുമാനപൂർവം ധനധാന്യങ്ങൾ കാഴ്ചവെച്ച് ക്ഷമയാചിക്കുക. തെറ്റുകൾ സമ്മതിച്ചാൽ പൊറുക്കുന്നവനാണ് ഭഗവാൻ. ക്ഷമിക്കും. കുറേ കാലം കൂടി ലങ്കയിൽ വാഴാം. വാനരന്മാർക്ക് ശക്തരാണ്. അവർ വെറും കുരങ്ങന്മാരാണെന്ന് കരുതരുത്. ശ്രീരാമൻ ലങ്കയിലെത്തി രാക്ഷസന്മാരുടെ തലകൾ അറുത്തു മുറിച്ചിട്ട് വംശനാശം വരുത്തുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിക്കണം. രാമൻ രാവണനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ എണ്ണപ്പെടും. ദേവരാജന്റെ അടുത്തിരുന്നാലും യമന്റെ മടിയിലിരുന്നാലും പാതാള ലോകത്ത് പോയാലും രക്ഷ കിട്ടുമെന്ന് കരുതണ്ട. വിഭീഷണന്റെ ഉപദേശം കേട്ട് രാവണന്റെ കോപം ആളിക്കത്തി. വിനാശകാലേ വിപരീത ബുദ്ധി. മരിക്കാൻ കിടക്കുന്നവൻ മരുന്ന് ഉപേക്ഷിക്കും പോലെ ആ ഉപദേശങ്ങൾ കാറ്റിൽ പറത്തി. തൻ്റെ അനുജൻ തൻ്റെ കൂടെ താമസിക്കുന്നു, എന്നിട്ട് തനിക്കെതിരെ ശബ്ദമുയർത്തുന്നു. മിത്രമാണെന്ന് നടിച്ച് കൂടെ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശത്രു. അനുജനായി പോയി, അതുകൊണ്ട് ഇത്ര നേരം ക്ഷമിച്ചു. പോകൂ, തൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോകൂ, ശത്രുവിനെ വാഴ്ത്തുന്ന വംശദ്രോഹി. രാവണൻ വാളെടുത്ത് ആക്രോശിച്ചു. വിഭീഷണൻ പിന്നെ അവിടെ നിന്നില്ല. തൻ്റെ ആയുധമായ ഗദ കയ്യിലെടുത്തു. കൂടെ തൻ്റെ 4 മന്ത്രിമാരെയും കൂട്ടി സഭയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. നേരെ ശ്രീരാമന്റെ അടുത്തേക്ക് പോന്നു.